മലപ്പുറം ജില്ലയിൽ മൂന്നിയൂരിലെ കളിയാട്ടക്കാവ്. ആനച്ചൂടിന് സമം പൊൻപണം കൊടുത്ത് ഇതിൻ്റെ ഇപ്പോഴത്തെ അവകാശികൾ ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങിയതാണത്രേ. ഈ പ്രദേശത്തുകാരായ ആയിരങ്ങളുടെ വിശ്വാസങ്ങളിൽ ഇവിടം തേജോമയിയായ ഒരു വനചൈതന്യത്തിൻ്റെ ആവാസ കേന്ദ്രമാണ്. 17 ദിവസം നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ ഉത്സവത്തിൻ്റെ സമാപനത്തോടെ ഉത്തര കേരളത്തിലെ ഉത്സവങ്ങൾക്കൊക്കെ തിരശ്ശീല വീഴും. ഇടവ മാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച കളിയാട്ടക്കാവിൽ നടക്കുന്ന കോഴിക്കളിയാട്ടം ഈ പ്രദേശത്തെ കീഴാള ജനവിഭാഗത്തിൻ്റെ ആത്മാഭിമാനമായ പ്രാതിനിധ്യത്താൽ പുകൾ പെറ്റതാണ്. നൂറ്റാണ്ടുകളായി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടു വരുന്ന മധ്യമലബാറിലെ ചെറുമരും കണക്കരുമടങ്ങുന്ന കീഴാള ജനതയ്ക്ക് കളിയാട്ടം വെറുമൊരു ഉത്സവമല്ല. ഇവരുടെ ജീവിതത്തിൻ്റെ അശാന്തികളിലും അധ്വാനത്തിൽ നിന്ന് ഇവർക്ക് മാത്രമായ ദൈവസങ്കല്പങ്ങളുണ്ടായി. അരക്ഷിതമായ സാമൂഹ്യ ചുറ്റുപാടുകളിൽ പിറന്ന ഈ ദൈവങ്ങളും ഇവർക്കൊപ്പം അനാഥത്വത്തിൻ്റെ ആദികൾ പേറി. കളിയാട്ടക്കാവിൻ്റെയോ കുഞ്ഞാഞ്ചീരുവിൻ്റെയോ കഥയ്ക്ക് വരമൊഴിയുടെ പൊലിമകളില്ല. പക്ഷേ മൺതോണിയിൽ ആങ്ങളമാരുപേക്ഷിച്ച നേർത്തങ്ങളെ ഒരു ജനത തങ്ങളുടെ സ്മരണകളുടെ കരയ്ക്കടുപ്പിച്ചിട്ടുണ്ട്. തലമുറകൾ കൈമാറി വന്ന ഇവരുടെ വാമൊഴി പാട്ടുകളിൽ ദാരിദ്ര്യത്തിൻ്റെ ദൈന്യതകളിൽ നിന്ന് ജനിച്ച ഒരു ദേവീ ചിത്രമുണ്ട്. ആർക്കും വേണ്ടാത്തവളായി അലഞ്ഞു നടന്നിരുന്ന കുഞ്ഞാഞ്ചീരുവെ ഇടനെഞ്ചിലേറ്റി ഇവരൊരുങ്ങുകയാണ് കളിയാട്ട നാളിനായി. ഇടവ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച കളിയാട്ടം കാപ്പൊലിക്കും. അതിനും എത്രയോ മുമ്പ് തന്നെ ഇവിടുത്തെ കീഴാള ഗൃഹങ്ങളിൽ ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കും. ആട്ടിൻ തോൽ വാങ്ങിയുണക്കി പാകം വരുത്തി കളിയാട്ടച്ചണ്ടകൾ തോലിട്ട് മുറുക്കും. മുള ചെത്തി പാകം വരുത്തി കുരുത്തോല വെട്ടി കുതിര കെട്ടും. കുഞ്ഞിക്കുതിരകൾക്ക് മുകളിൽ അലങ്കാര പണികൾ ചെയ്യും. ചരിത്രം അരിച്ചെടുത്ത് വലിച്ചെറിഞ്ഞ ഒരു വലിയ വിഭാഗം ദേവിക്കും തങ്ങൾക്കുമിടയിൽ ഇടനിലക്കാരില്ലാതെ അവരുടെ ഉത്സവം തുടങ്ങിവെക്കുകയാണ്. ഗുരുകാരണവന്മാർക്ക് നേദിച്ച മദ്യത്തിൻ്റെ ബാക്കി വീര്യം അവരെ ഓർമ്മകളിൽ തറപ്പിച്ചു നിർത്തും. അവർ പാടും തലമുറകളിലൂടെ ഒളിച്ചു കടത്തിയ പീഡനകാലങ്ങളുടെ ചരിത്രം. നാടൊട്ട് കലഞ്ഞു നടന്ന് ഒടുവിൽ മൂന്നിയൂരിലെ കളിയാട്ടക്കാവിൽ ഇടം കണ്ടെത്തിയ നിഷേധിയായ കുഞ്ഞാഞ്ചീരു അമ്മയുടെ മഹിമ, കളിയാട്ട പെരുമ. ഈ ഉത്സവം ഇവിടുത്തെ കീഴാള ജീവിതങ്ങളുമായി അത്രമേൽ ഇഴുകിച്ചേർന്നിരിക്കുന്നു. കുടിപ്പകകൾ തീർക്കാനും പെണ്ണ് കാണാനും വറുതി മാസങ്ങളിലേക്കുള്ള സാധനങ്ങൾ കരുതാൻ ചന്ത കൂടാനുമൊക്കെ ഇവർ കളിയാട്ട നാളിനായി കാക്കുകയാണ്. കളിയാട്ടം കാപ്പൊലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ നാട്ടുപാതകളിലും അങ്ങാടികളിലും ചെണ്ടയുടെ താളം കേൾക്കാം. തുടർന്ന് കൂലിപ്പണിക്കാരും കുട്ടികളും തൊഴിൽ രഹിതരുമൊക്കെ അടങ്ങുന്ന ചെറു ചെറു സംഘങ്ങൾ നാടനിടവഴികളിലൂടെ നൃത്തമാടി കടന്നുവരും. ഉന്മത്തമായ ചുവടുവെപ്പുകളുമായി തോളിൽ കെട്ടിയുണ്ടാക്കിയ കുതിരരൂപങ്ങളുമേന്തി അവർ വീടുകൾ കയറും. ഉത്സവം കൊട്ടിയറിയിച്ച് പണവും നേർച്ചകളും ഏറ്റുവാങ്ങും. ഈ അനുഷ്ഠാനങ്ങളിലൂടെ കളിയാട്ടപ്പെരുമ കാവും കളിയാട്ടമുക്കും കഴിഞ്ഞ് അതിരും പരിധിയുമില്ലാതെ പരക്കും.
മാസത്തിലെ രണ്ടാം വെള്ളി. തിരസ്കൃതരുടെ തിരുവോണമാണിന്ന്. വരാനിരിക്കുന്ന പഞ്ഞമാസങ്ങൾ കാട്ടി വർഷമേഘങ്ങൾക്ക് വരെ ഭയപ്പെടുത്താനാവില്ല. ഇടവമേഘങ്ങൾ മലബാറിലെത്തുന്നത് കളിയാട്ടക്കാവിൽ തിമിർത്തു പെയ്യാനാണെന്ന് ഇവരുറച്ചു വിശ്വസിക്കുന്നു. കോഴിക്കളിയാട്ടം മലപ്പുറത്തിൻ്റെ മതേതരമായ ഒരു ഉത്സവമുഖമാണ്. വെള്ളിയാഴ്ചത്തെ ഈ കീഴാള മാമാങ്കത്തിൽ പീഡിതവർഗ കൂട്ടായ്മയുടെ ഭാവങ്ങളുണ്ട്. അവരിരമ്പി വരികയാണ് കാവു തീണ്ടാൻ, ദേവീസന്നിധിയിൽ കുതിരരൂപങ്ങൾ തച്ചുടച്ചുന്മാദ നൃത്തമാടാൻ. അധികാരത്തിൻ്റെ ചതിക്കുഴികൾ അറിയാത്ത നിഷ്കളങ്കരും നിർമ്മലരുമായ സാധാരണ മനുഷ്യർ. കാവിലെ കഴിഞ്ഞ രാത്രിയിലെ ചടങ്ങുകളെ ചൊല്ലി അവർക്ക് ഉത്കണ്ഠകളില്ല. കോഴിക്കളിയാട്ട ദിവസം കാവിൽ ദേവിയുടെ സാന്നിധ്യമോ തിരോധാനമോ അവരുടെ പ്രശ്നമല്ല. തങ്ങളുടെ എല്ലാമെല്ലാമായ കുഞ്ഞാഞ്ചീരു അമ്മയുടെ ആവാസ കേന്ദ്രത്തിലേക്ക് ജീവിതത്തിൻ്റെയും സഹനത്തിൻ്റെയും ചതുപ്പുപാതകളെ പിന്തള്ളി അവരെത്തുകയാണ്. ചന്ത കൂടാൻ, നേർച്ചക്കോഴികളെ ബലി നൽകാൻ, പിന്നെ ഒടുക്കം കെട്ടിയുണ്ടാക്കിയ കുതിരരൂപങ്ങൾ കുതിരപ്പിലാക്കൽ തച്ചുടച്ച് കളിയാട്ടപ്പുകൾ പാരൊട്ടുക്ക് പരത്തി മടങ്ങാൻ, അടുത്ത വർഷം വീണ്ടും എത്താൻ.